യുഎസിനും ഇസ്രായേലിനുമെതിരെ അതിശക്തമായ പ്രതിരോധം തീർക്കുകയാണ് യമനിലെ സായുധ ഗ്രൂപ്പായ ഹൂതികൾ. യമൻ ലക്ഷ്യമിട്ട് യുഎസ് നേരിട്ട് ആക്രമണം തുടങ്ങിയതോടെയാണ് യുഎസിനെതിരെ ഹൂതികൾ ആക്രമണം തുടങ്ങിയത്. ഇസ്രായേലിലെ ടെല്ലവീവ് ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത്. ചെങ്കടലിലെ യുഎസിന്റെ യുദ്ധക്കപ്പൽ USS ഹാരിസ് ട്രൂമാനെ ലക്ഷ്യമിട്ടും ഹൂതികൾ നിരന്തരം ആക്രമണം നടത്തുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്ക് മറുപടിയായാണ് ഹൂതികൾ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ചെങ്കടലിൽ ആക്രമിച്ചു തുടങ്ങിയത്. ഇപ്പോൾ അതിശക്തമായ പോരാട്ടമാണ് ഹൂതികൾ നടത്തുന്നത്. യുഎസുമായി ബന്ധം പുലർത്തുന്ന രാജ്യമാണ് സൗദി അറേബ്യ. യുഎസുമായി സംഘർഷം നിലനിൽക്കുമ്പോൾ സൗദിക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഹൂതികൾ. യമനിലെ യുഎസിന്റെ വ്യോമാക്രമണത്തിൽ പിന്തുണ നൽകിയതുകൊണ്ട് തിരിച്ചടി വലുതായിരിക്കുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ്. സൗദിയിലെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്നാണ് ഹൂതികളുടെ ഭീഷണി. സൗദി അമേരിക്കയുടെ ആക്രമണത്തെ സഹായിക്കുന്നുവെന്നാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ആരോപിക്കുന്നത്. സൗദിയിലെ അരാംകോയ്ക്ക് നേരെയുള്ള മുൻകാല ആക്രമണങ്ങളുടെ ചിത്രങ്ങളും ഹൂതികൾ പുറത്തുവിട്ടു. യമനിൽ US ആക്രമണം തുടരുന്നതിനിടെയാണ് സൗദിക്ക് നേരിട്ട് മുന്നറിയിപ്പുമായി ഹൂതികൾ എത്തിയത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ US നടത്തിയ വ്യോമാക്രമണങ്ങളിൽ മാർച്ച് പകുതി മുതൽ ഇതുവരെ 100-ലധികം പേരാണ് മരിച്ചത്. ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന യുഎസിന്റെ യുദ്ധക്കപ്പലായ USS ട്രൂമാനിൽ നിന്നാണ് യമനിലേക്ക് US ആക്രമണം നടത്തിയത്. പിന്നാലെ USS ട്രൂമാന് നേരെ അതിശക്തമായ ആക്രമണമാണ് ഹൂതികൾ നടത്തുന്നത്. അതിനൊപ്പം ഇസ്രായേലിന് നേരെയും ആക്രമണം നടത്തുന്നുണ്ട്. യുഎസിന്റെയും ഇസ്രായേലിന്റെയും ഉറക്കം കെടുത്തുകയാണ് ഹൂതികൾ. ഉറങ്ങിക്കിടന്ന ഹൂതികളെ വിളിച്ചുണർത്തിയത് US ആണ്. ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ നിശബ്ദരായിരുന്നു ഹൂതികൾ. US യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതോടെയാണ് യുഎസിനെതിരെയും ഹൂതികൾ ആക്രമണം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസവും നിരവധി ആക്രമണ പരമ്പരകൾ നടത്തിയതായി യമൻ വിമത ഗ്രൂപ്പ് അവകാശപ്പെട്ടു. ജാഫയ്ക്ക് സമീപമുള്ള ഇസ്രായേൽ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഹൂതി വക്താവ് യഹ്യ സാരി അവകാശപ്പെട്ടു. യഫ ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും യഹ്യ സാരി വ്യക്തമാക്കി. അതിനൊപ്പം അമേരിക്കയുടെ യുദ്ധക്കപ്പലായ USS ട്രൂമാനെതിരെയും ആക്രമണം നടത്തിയതായി യഹ്യ സാരി വ്യക്തമാക്കി. യമനിലെ അൽ ജാഫ പ്രൊവിൻസിന് മുകളിലൂടെ പറന്ന യുഎസിന്റെ MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായും യഹ്യ സാരി അവകാശപ്പെട്ടു. ഡ്രോൺ വെടിവെച്ചിട്ടതാണെന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങളും ഹൂതികൾ പുറത്തുവിട്ടു. കഴിഞ്ഞ ദിവസം അതിശക്തമായ ആക്രമണമാണ് ഹൂതികൾ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവ് ലക്ഷ്യമിട്ട് നടത്തിയത്. വിമാനത്താവളം ഉൾപ്പെടെ വിവിധ മേഖലയിൽ വൻ റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹൂതികൾ. ടെല്ലവീവിനടുത്തുള്ള ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണവും ചെങ്കടലിൽ US യുദ്ധക്കപ്പലുകൾക്ക് നേരെ വലിയ ആക്രമണവും നടത്തിയതായി ഹൂതികൾ വ്യക്തമാക്കി. നേരത്തെ യമന്റെ എണ്ണശുദ്ധീകരണശാലകൾ, വിമാനത്താവളങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ എന്നിവ അമേരിക്കയുടെ വ്യോമസേന ആക്രമിച്ചിരുന്നു. ചെങ്കടലിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണം അവസാനിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതുവരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.